ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വളരെ സങ്കടമായിട്ടുള്ളൊരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലാണ് കേട്ടോ പോയത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ദയനീയമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരക്ക് എപ്പോഴും അവിടെ ഉള്ളതാണ്. പക്ഷേ ഈ കൂടിയിട്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തല്ലുപിടിയും ബഹളവും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികളും എന്താ പറയുക പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും പിന്നെ കുഞ്ഞു മക്കളായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. അമ്മമാർ അവരൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കണമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. കുറച്ച് നാൾ മുന്നേ വരെ ഇവിടെ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല കേട്ടോ. നല്ലൊരു സിസ്റ്റം ആയിരുന്നു. കാരണം പുറത്തുനിന്നൊരു ടോക്കൺ തരും, പിന്നെ അതുകൊണ്ട് ആ ടോക്കൺ അനുസരിച്ച് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള OP ടിക്കറ്റ് തരലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് അത് നിർത്തി വെച്ചേക്കണേണ്. അതായത് ടോക്കൺ പുറത്തുനിന്ന് തരത്തില്ല, നമ്മൾ ക്യൂ തന്നെ നിൽക്കണം. അത് ആരായാലും കുട്ടികളായാലും എത്ര പ്രായമുള്ളവരായാലും പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിലും കുഞ്ഞു മക്കളെയും കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. കൈക്കുഞ്ഞായിട്ട് വരെ വരുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. അവരൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അവരെ ടോക്കണിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ പോയി അത് മേടിക്കണം. അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒറ്റക്കാണ് പോയത് അന്നത്തെ ദിവസം. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്താടെ കൂടെ ഒരു കുഞ്ഞു മോളും ഉണ്ടായിരുന്നു. അതിനെയും പിടിച്ചിട്ടുണ്ട് അവർ. അത്രയും നേരം ഞങ്ങളാണെങ്കിൽ 8:15 ബസ്സിനാണ് പോകുന്നത് കാലത്ത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു ആ സമയം ആയപ്പോഴേക്കും. അപ്പം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടായ ഇത്താടെ അടുത്ത് പറഞ്ഞു, ഇയാൾ പോയിരുന്നോ, ഞാൻ ആവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആളവിടെ എത്തിങ്ങായിട്ട് ഞാൻ ആ ടൈം ആവണ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഈ ടോക്കൺ കിട്ടിയപ്പോഴേക്കും. അപ്പോഴേക്കും നമ്മൾ അത്രയും നേരം ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, നമ്മളുടെ ആ ഡോക്ടറുടെ ഇത്ര ടോക്കൺ ഉണ്ടാവും, ടോക്കണും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അത്രയും നേരം നിന്നതും വെറുതെ ആയി എന്നുള്ള ഒരു അവസ്ഥയാണ്. 2 പ്രാവശ്യം എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായപ്പോൾ അവർ പോയി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ നമ്മൾ തല്ലിടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കുഞ്ഞു മക്കളെ കൊണ്ട് വരുന്നവരെ കാണുമ്പോഴാണ് ഭയങ്കര എന്താ പറയുക, എന്താ ചെയ്യാല്ലേ, ഇത് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ. ഞാനപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയി ഞാൻ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട്. എൻ്റെ ചുറ്റും നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങളിതും കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ തോന്നി, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.